ഹായ് കൂട്ടുകാരെ, വെറും ഒരു മാസം കൊണ്ട് നിങ്ങളുടെ മുടി പനക്കുല പോലെ വളരും. നിങ്ങളുടെ മുടിയുടെ വളർച്ച കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ പറയുന്ന ഈ ഒരു വെള്ളം ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. മുടിക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള അലവേറയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്തത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുക്കാം. അതായത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊരു 10 എണ്ണം എടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് സവാള കിട്ടിയുള്ളൂ, കൊച്ചുള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തിളപ്പിക്കുന്നതിന് വെള്ളം വേണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം, അത് ഞാൻ വഴിയേ പറയാം. ഈ പറയുന്ന ഈ ഒരു വെള്ളം നിങ്ങളുടെ മുടിയിൽ തേച്ച്, അതായത് സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിൽ തേച്ചിട്ട് വേണം നിങ്ങൾ മുടിയെ ഫ്രീ ആയിട്ട് വിടാൻ. ഒരു ദിവസം മുഴുവൻ ആ ഒരു വെള്ളം മുടിയുടെ സ്കാൽപ്പിലിരിക്കണം. കഴുകാനൊന്നും പാടില്ല. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. എന്തായാലും നമുക്ക് തിളപ്പിക്കുന്നതിന് വെള്ളം വേണം. വെള്ളം എത്ര ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എന്തായാലും നമ്മൾ നേരത്തെ കട്ട് ചെയ്തേക്കുന്നത് എല്ലാം കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പച്ചയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും, അത് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച്, അതായത് ഒരു 3-4 തണ്ട് പോലുള്ളതാണ് ഞാൻ ഇട്ടേക്കുന്നത്. റോസ്മേരി വളരെ നല്ലതാണ്. മുടിക്ക് നല്ല പോലെ വളരാനൊക്കെ റോസ്മേരിയിൽ നിന്ന് സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം മുടിക്ക് വളരെയധികം ബെനിഫിറ്റ് നൽകുന്നതാണ്. കരിഞ്ജീരകം നമ്മുടെ മുടി നല്ല പോലെ വളരാനും മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും ഒക്കെ കരിഞ്ജീരകത്തിൽ നിന്നും സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും നമ്മുടെ മുടിക്ക് നല്ല പോലെ വളരാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹാരം കണ്ടെത്താനുമൊക്കെ ഫ്ലാക്സ് സീഡിൽ നിന്നും സാധിക്കുന്നതാണ്. ഫ്ലാക്സ് സീഡ് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണാണ് ഫ്ലാക്സ് സീഡ് നമുക്ക് വേണ്ടത്. ഫ്ലാക്സ് സീഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലാക്സ് സീഡ് അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമ്മുടെ മുടിക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും മുടി നല്ല പോലെ ആരോഗ്യത്തോടുകൂടി വളരാനുമൊക്കെ ഉലുവയിൽ നിന്നും സാധിക്കുന്നതാണ്. ഉലുവ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കാം. ഇനി ഇത് തീ കുറച്ചിട്ടിട്ട് നമ്മളിത് തിളപ്പിച്ച് നല്ല പോലെ ഇതിൻ്റെ എല്ലാം സത്തിറക്കണം. 2 കപ്പ് വെള്ളമാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് 1 കപ്പായി മാറണം. നല്ല പോലെ ഇത് തിളയ്ക്കണം. തിളച്ച് ഇതിൻ്റെ എല്ലാം സത്ത് നല്ല പോലെ ഇറങ്ങണം. തീ കുറച്ചിട്ട് വേണം നിങ്ങളിത് തിളപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലായിട്ട് കളറൊക്കെ മാറി ഇതേ രീതിയിലായിട്ട് കിട്ടും. ഇനി ഇത് നമ്മളിത് കണ്ടോ, തൊടുന്ന സമയത്ത് തണുത്തതിന് ശേഷം കൈയിട്ട് നോക്കുന്ന സമയത്ത് ജെല്ലി രീതിയിലായിട്ടിരിക്കും. ഇത് ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. മുടിയിൽ തേച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും മുടി കഴുകരുത് അന്നത്തെ ദിവസം. പിറ്റേ ദിവസം വേണം മുടി കഴുകാൻ. ആ സമയത്ത് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട്. ഇനി എന്തായാലും ഇത് നമുക്ക് അരിച്ചു മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 2 കപ്പാണ് വെച്ചത്, ഇപ്പോൾ 1 കപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ, അതായത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സംഭവം കിടുവാണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. മുടി പൊഴിച്ചിൽ മാറ്റാനും മുടിയിലെ ഡാൻഡ്രഫ് പ്രശ്നം മാറ്റാനും മുടി നല്ല പോലെ വളരാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഇതിലേക്ക് നമ്മളൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഫ്രിഡ്ജിലെടുത്ത് അന്നേരം തന്നെ തലയിലേക്ക് ഇത് തേക്കരുത്. ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം വേണം മുടിയിൽ തേക്കാനായിട്ട്. അതിനുശേഷം നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. എന്നാൽ മസാജ് കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ ആ റൂട്ടിലേക്കൊക്കെ നടക്കുകയും അതുപോലെ മുടി നല്ലപോലെ വളരാനും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്തായാലും ഞാനിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കട്ടെ. കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് 1/2 കുപ്പിയോളം കിട്ടിയിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെയാണ്. മുടിയിൽ തേച്ചുമ്പോൾ ഇതേ രീതിയിലായിട്ട് മുടി കിടക്കുന്നതാണ്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ